അങ്ങനെ ഗ്രൂപ്പ് ഡിയുടെ ആൻസർ കീ എത്തിയിരിക്കുകയാണ്. അപ്പൊ കട്ട് ഓഫ് എത്രയൊക്കെയാണ് വരാനായിട്ട് പോകുന്നത്, എങ്ങനെയാണ് ഈ ഒരു ആൻസർ കീ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആർആർബി ഇന്നലെ പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു നോട്ടീസ് പ്രകാരം 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെ നമുക്ക് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആൻസർ കീ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർആർബി സിമ്പിൾ ആയിട്ട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഗ്രൂപ്പ് ഡിയുടെ ഒഫീഷ്യൽ ആൻസർ കീ ഔട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സൈറ്റിൽ കയറി നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ആൻസർ കീ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആ ഒരു ആൻസർ കീ പ്രകാരം ശരിയായിരുന്നെന്നോ തെറ്റായിരുന്നെന്നോ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്ജക്ഷൻ റേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു ക്വസ്റ്റിന്റെ ഒരു ആൻസർ കണ്ടപ്പോൾ ഓട്ടെ ഇത് എ ഓർ സി വരാൻ സാധ്യതയുണ്ടല്ലോ, ഇതിൽ സി ആണ് പക്ഷേ മാർക്ക് ചെയ്തിട്ടുള്ളൂ, ഇത് എ ഓർ സി വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഒബ്ജക്ഷൻ റേസ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു 50 രൂപ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒബ്ജക്ഷൻ റേസ് ചെയ്യാനുള്ള ഒരു അവസരവും ഇതുവഴി ഒരുക്കുന്നുണ്ട്. അപ്പോൾ ആൻസർ കീ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഒബ്ജക്ഷൻസോ കാര്യങ്ങളോ ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉന്നയിക്കാനായിട്ട് സാധിക്കും. ഈ ഒബ്ജക്ഷൻസ് ഉന്നയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഒരു ആൻസർ കീ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഇതല്ല വരുന്നതെന്നൊക്കെ ഒരു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 8281223366 എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞ് അതിന്റെ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊന്നും അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെക്ക് ചെയ്ത് പറഞ്ഞു തരാം. സോ ആ ഒരു കാര്യത്തിൽ ആർക്കും ഡൗട്ടും കാര്യങ്ങളൊന്നും വേണ്ട. ആർആർബിക്കും വേണമെങ്കിൽ തെറ്റ് പറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻസും കാര്യങ്ങളോ റേസ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഇതാണ് ഇഷ്യൂ എന്ന് മെൻഷൻ ചെയ്യുക. അതല്ല എന്നാണെങ്കിൽ ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പും കാര്യങ്ങളൊക്കെ കിട്ടിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചെക്ക് ചെയ്യാനുള്ള രീതി. പക്ഷെ നമ്മൾ ഇന്നലെ വൈകുന്നേരം ഈ ഒരു ഗ്രൂപ്പ് ഡിയുടെ ആൻസർ കീ വന്നപ്പോൾ തന്നെ ഒരു ലൈവ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ചാൽ നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു തരാമെന്നൊരു ഐഡിയ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സൈറ്റ് ആസ് യൂഷ്വൽ ഡൗൺ ആണ്, ഇപ്പോഴും ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. ചിലർക്ക് മാത്രമേ ചെക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. എനിവേ നിങ്ങൾക്ക് ഇതിപ്പോൾ 23-ാം തീയതി വരെ സമയമുണ്ട്. സോ പയ്യെ ചെക്ക് ചെയ്ത് നോക്കാം. ആകെ ചെയ്യേണ്ടത് സിമ്പിൾ പരിപാടിയാണ്. ഗ്രൂപ്പ് ഡിയുടെ ആൻസർ കീ എന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ TCS അയോണിന്റെ ഒരു വെബ്സൈറ്റ് അവിടെ തെളിഞ്ഞു വരും. അതായത് rrb.dg.alm.com എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈറ്റ് തെളിഞ്ഞു വരും. ഇതിന്റെ ഒരു ലിങ്ക് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഈ ഒരു പേജിലേക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ പേജ് ഓപ്പൺ ആയിട്ട് വരും. ഈ കാൻഡിഡേറ്റ് ലോഗിൻ പേജിലേക്ക് നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു ക്യാപ്ചയും എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കാൻഡിഡേറ്റ് പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാൻഡിഡേറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം കണ്ടോ, അതായത് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്, ഈ കോൾ ലെറ്റർ ഉണ്ട്, ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് കാൻഡിഡേറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ കാൻഡിഡേറ്റ് റെസ്പോൺസിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് താഴെയായിട്ട് ആൻസർ കീയുടെ ഒരു ലിങ്ക് കിടക്കുന്നുണ്ടാവും. ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് പോയി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കീ വിസിബിൾ ആയിട്ട് കാണാനായിട്ട് പറ്റുക. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ സൈറ്റ് അഗെയിൻ ഡൗൺ ആയിരിക്കുകയാണ്. സോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ആൻസർ കീ കൃത്യമായിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങളുടെ മാർക്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിന്റെ ഒരു പോസിബിലിറ്റി പറഞ്ഞു തരാനായിട്ട് സാധിക്കുന്നത്, അതായത് നിങ്ങൾ ഫിസിക്കലി സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. പിന്നെ ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആസ് യൂഷ്വൽ സൈറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരുമ്പോൾ നമ്മുടെ NTPCയുടെ ആൻസർ കീ വന്നപ്പോൾ ഒരു എക്സാമ്പിൾ ആണ്. നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ആൻസർ കീയുടെ ആ ഒരു സ്കോർ കാർഡ് പ്രോപ്പർ ആയിട്ട് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇതേ ഫോർമാറ്റിൽ തന്നെ ഒരു ആൻസർ കീ ആയിരിക്കും നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയുടെയും ആൻസർ കീയിൽ ലിങ്ക് ചെയ്യുമ്പോൾ കിട്ടാനായിട്ട് പോകുന്നത്. ഇതേപോലെ ഒരു സാധനം, അതായത് നിങ്ങളുടെ സെന്ററിന്റെ നെയിം ഉണ്ടാവും, ടെസ്റ്റിന്റെ ഡേറ്റ് ഉണ്ടാവും, ടൈം ഉണ്ടാവും, സബ്ജക്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാം അടങ്ങിയിട്ടുള്ള ഇതുപോലത്തെ ഒരു ഫോർമാറ്റിലുള്ള ഒരു ആൻസർ കീയാണ് ഗ്രൂപ്പ് ഡിക്കും ഉണ്ടാവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതേ ഫോർമാറ്റിലുള്ള ഒരു ആൻസർ കീ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, കട്ട് ഓഫ് എത്രയായിരിക്കും വരാനായിട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഒരു ആൻസർ കീയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ള കട്ട് ഓഫും കാര്യങ്ങളും പറയാനായിട്ട് പോസിബിൾ അല്ല. ഇപ്പോൾ പല ചാനലുകളും ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്രയായിരിക്കും കട്ട് ഓഫ്, ഓക്കെ നിങ്ങൾ സേഫ് സോൺ ആയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. നമുക്കൊരിക്കലും അതൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരു റേഞ്ച് പറയാനായിട്ട് പറ്റും. അതായത് എന്തായാലും ഈ ഒരു റേഞ്ചിലേക്ക് സാധാരണ രീതിയിൽ നമുക്കൊരു മോസ്റ്റ് പ്രോബബ്ലി ഒരു 80-90% ഈ ഒരു റേഞ്ചിലെ കട്ട് ഓഫ് വരുമെന്ന് ഉറപ്പ് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിയുടെ അനാലിസിസും കുട്ടികളുടെ റെസ്പോൺസ് ഒക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു ജനറൽ കാറ്റഗറി വിഭാഗത്തിലാണ് എന്നുണ്ടെങ്കിൽ ഒരു 70+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ് സ്കോർ ആയിട്ട് കൂട്ടാം. അതായത് നിങ്ങൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോ, നിങ്ങൾ ഓടാനായിട്ട് തുടങ്ങിക്കോ എന്നുള്ളൊരു സൂചനയാണ്. നിങ്ങൾ 70+ ആയിട്ട് റോ മാർക്ക് ആയിട്ട് ഉദ്ദേശിച്ചത്, നോർമലൈസ്ഡ് മാർക്കല്ല, റോ മാർക്ക് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് ഡിയുടെ ആൻസർ കീ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 70+ കിട്ടുന്നുണ്ടോ, നിങ്ങൾ ഓട്ടം സ്റ്റാർട്ട് ചെയ്തോ. അതുപോലെ തന്നെ OBC വിഭാഗത്തിലാണെങ്കിൽ ഒരു 65+ കിട്ടുന്നുണ്ടോ, നിങ്ങൾ ഓട്ടം സ്റ്റാർട്ട് ചെയ്തോ. EWS ആണെങ്കിൽ ഒരു 58+ ഒക്കെ കിട്ടുന്നുണ്ടോ, നിങ്ങൾ ഓട്ടം സ്റ്റാർട്ട് ചെയ്തോ. ST വിഭാഗത്തിൽപ്പെട്ടാണെങ്കിൽ ഒരു 50+ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടം സ്റ്റാർട്ട് ചെയ്തോ. SC വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നുണ്ടെങ്കിൽ അഗെയിൻ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കലിനുള്ള പരിപാടികളൊക്കെ തുടങ്ങിക്കോ.
അപ്പോൾ ഇതാണ് ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു സ്കോർ എന്നത് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇതിൽ താഴെ പോയവർക്ക് ഫിസിക്കലി തുടങ്ങുന്നുണ്ടെങ്കിൽ തുടങ്ങാം. കാരണം 1-2 മാസത്തെ ഒരു വളരെ ഫുൾ ടൈം വേണ്ട അധ്വാനമൊന്നുമല്ല. നിങ്ങൾ ഫിസിക്കലി വേണമെങ്കിൽ തുടങ്ങി വെച്ചോ. ഇതിന് തൊട്ട് താഴെയൊക്കെ സ്കോർ നിൽക്കുന്നവരൊക്കെ കൂടി ഫിസിക്കലി തുടങ്ങി വെച്ചോ, ഒരു തെറ്റുമില്ല. അപ്പോൾ ഫിസിക്കലി ആരും ഉഴപ്പാനായിട്ട് നിൽക്കേണ്ട. ഞാൻ ഫിസിക്കലിന്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടി എല്ലാവരും ഒന്ന് കണ്ടിരിക്കുക. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമുക്ക് കട്ട് ഓഫ് ഏകദേശം വരാൻ പോകുന്നതെന്ന് പറയാനായിട്ട് പറ്റുന്നത്. നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. പല പല സോണുകളിൽ പല പല രീതികളിലായിട്ടും വരാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കട്ട് ഓഫിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു ഗ്രൂപ്പ് ഡിയുടെ ആൻസർ കീയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ന കട്ട് ഓഫേ വരുള്ളൂ എന്ന് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ ഒരു റേഞ്ചിൽ നിങ്ങളുടെ മാർക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു സേഫ് സോണാണെന്നുള്ള കാര്യം ഉറപ്പിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് തുടങ്ങിയിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇല്ല എന്നാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ ഫിസിക്കലി സ്റ്റാർട്ട് ചെയ്തോ, അത് ഉഴപ്പാനായിട്ട് നിൽക്കണ്ട. പിന്നെ നിങ്ങൾ ഇനി കാര്യമായിട്ട് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെയായിരുന്നു ഈ ഒരു വർഷത്തെ ഗ്രൂപ്പ് ഡി പരീക്ഷ അറ്റംപ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ പറ്റി, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും എനിക്ക് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ തോന്നലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഫാക്കൽറ്റീസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളൊരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വർക്ക്ഷോപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. കൂടാതെ അതല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്തെങ്കിലും ഇന്ററാക്ഷനോ ഗൈഡൻസോ വേണമെന്നാണെങ്കിൽ തന്നെ നേരെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്പറിലോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി അതല്ല, നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ബാച്ച് ആയിട്ട് പഠിക്കണം, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു വീക്ക്ലി സ്റ്റഡി പ്ലാനും മെന്റർഷിപ്പും അതുപോലെ തന്നെ സ്ട്രാറ്റജി സെഷനും ഒക്കെ അടങ്ങിയിട്ടുള്ള പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന നോട്ടുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ വായിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബാച്ച് വേണോ? നമ്മുടെ ഒരു അശ്വ ബാച്ച് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതായത് ഗ്രൂപ്പ് ഡി പരീക്ഷ, അടുത്ത വർഷത്തെ ഗ്രൂപ്പ് ഡി പരീക്ഷ നിങ്ങൾ അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ്. ആവശ്യത്തിനും അധികം സമയം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ വെറുതെ കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു 3-4 മണിക്കൂർ നമ്മൾ ഡെയിലി ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് ഒക്കെ കണ്ട് അന്നെടുക്കുന്ന സാധനം അന്ന് തന്നെ പഠിച്ച് പ്രോപ്പർ ആയിട്ട് റിവിഷൻ ഒക്കെ നടത്തി പക്ക സെറ്റ് ആയിട്ട് നമുക്ക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഡയറക്ട്ലി ടീച്ചേഴ്സിന്റെ മെന്റർഷിപ്പിന്റെ അണ്ടറിലായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഫാക്കൽറ്റീസ് ആയിട്ട് ഡയറക്ട്ലി ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ ഈ ഒരു ബാച്ചിൽ നമ്മൾ ഒരുക്കുന്നുണ്ടെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ പഠിക്കുക, നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കാണണോ? താഴെ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കൂടാതെ നോട്ടുകൾ വായിക്കാനായിട്ട് പറ്റും. നല്ല അടിപൊളി നോട്ടുകളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ വായിച്ച് നോക്കാനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ലിങ്ക് ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. തുടങ്ങി നിങ്ങൾക്ക് വേണ്ട സകല സാധനങ്ങളുടെയും PDF ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടണോ? നേരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അവിടെ എന്ന് വൈകിട്ട് 6 മണിക്ക് ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാ പേജ് കൂടി ഫോളോ ചെയ്ത് വെച്ചോ. അവിടെയും നല്ല ലൈവ് ആയിട്ടുള്ള കറണ്ട് അഫയർ സെഷൻസും അതുപോലെ തന്നെ കറണ്ട് അഫയറിന്റെ ഇൻസ്റ്റാ റീലുകളും പോസ്റ്റേഴ്സും കൂടാതെ കുറച്ച് ഫൺ എലമെന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം പേജിലും അവൈലബിൾ ആണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ മക്കളെ നല്ല അടിപൊളിയായിട്ട് പഠിച്ചോളുക. ഇപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ മാർക്ക് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് വിഷമിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് സേഫ് സോണിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിസിക്കലി സ്റ്റാർട്ട് ചെയ്തോളാം. ഒരു പരീക്ഷ ഒരിക്കലും ഒന്നിന്റെയും അവസാനമല്ല. നിങ്ങൾക്കിപ്പോൾ മാർക്ക് ഉണ്ടോ? നിങ്ങൾ നേരെ ഫിസിക്കലി സ്റ്റാർട്ട് ചെയ്തോളാം, ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് വിചാരിച്ചത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അടുത്തൊരു പരീക്ഷയ്ക്ക് വേണ്ടി, അതായത് അടുത്ത ഗ്രൂപ്പ് ഡി എന്താണോ എനിക്ക് ഈ വർഷത്തെ തെറ്റുകൾ പറ്റിയത് അത് റെക്ടിഫൈ ചെയ്തുകൊണ്ട് അടുത്ത പരീക്ഷ ക്രാക്ക് ചെയ്യുമെന്ന് മനസ്സിലങ്ങ് ഉറപ്പിച്ചേക്കുക. വിഷമം എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ആരും വിഷമിച്ചൊന്നിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുന്നേറണം എന്നൊരു തീരുമാനത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക് യു.